ഇപ്പോൾ നമ്മൾ ക്രോണിക് പെയിൻസിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്ലാന്റർ ഫേഷ്യേറ്റീസ്, ഫൈബ്രോമയാൾജിയ, ടെൻഡനൈറ്റിസ്, അതുപോലെയുള്ള ക്രോണിക് പെയിനിനൊക്കെ നമ്മൾ ഷോക്ക് വേവ് തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട് ഫിസിയോതെറാപ്പിയിൽ. അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാം. അതെ, അത് എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി, നമ്മൾ ESWT എന്നൊക്കെ പറയുന്ന ചികിത്സ, അതൊരു തരത്തിലുള്ള ഒരു റീജനറേറ്റീവ് തെറാപ്പിയാണ്. റീജനറേറ്റീവ് ചികിത്സാ രീതികളിൽ പെട്ടതാണ്. അപ്പോൾ അൾട്രാസൗണ്ട് മെഷീൻ പോലുള്ള ഒരു മെഷീന് അതുപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉപ്പൂറ്റുവേദന, അതിൽ പ്ലാന്റർ ഫേഷ്യേറ്റീസ് ആണ് കോമൺ ആയിട്ട് കാണുന്ന ഉപ്പൂറ്റുവേദന. അപ്പോൾ അതിൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചെറിയ നീർക്കെട്ട് ഉണ്ടാക്കും. എന്നിട്ടൊരു 3 ദിവസം മുതൽ 7 ദിവസം വരെ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ ആ നീർക്കെട്ട് കുറയാനുള്ള സമയം കൊടുക്കും. വീണ്ടും നീർക്കെട്ട് ഉണ്ടാക്കുന്നു, കുറയാൻ സമയം കൊടുക്കുന്നു. അങ്ങനെ യൂഷ്വലി നമ്മൾ 3 മുതൽ 6 സെഷൻ വരെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് 3 ദിവസം മുതൽ ഒരാഴ്ച വരെ ഗ്യാപ്പ് കൊടുക്കും. എന്നിട്ടാണ് അടുത്ത സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ റിക്കവറി അനുസരിച്ചിട്ട് ചിലർക്കൊക്കെ 3 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കാണും. അപ്പോൾ അതിനനുസരിച്ച് സെഷൻസിൽ നമ്മളങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഇത്ര സെഷൻസ് നിർബന്ധമില്ല. യൂഷ്വലി 3 മുതൽ 6 സെഷൻസാണ്. റീജനറേറ്റീവ് തെറാപ്പിയുടെ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ പുതിയ കോശങ്ങളുണ്ടായി, അവിടെ ഉണ്ടായ ചെറിയ ചെറിയ മുറിവുകൾ, നീർക്കെട്ടുകൾ ഇതുമൂലം കുറയുന്നു എന്നുള്ളതാണ് ഷോക്ക് വേവ് തെറാപ്പി എന്നുള്ള ചികിത്സ കൊണ്ട് ചെയ്യുന്നത്.